ഇപ്പോൾ ത്രെഡ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പോസ്റ്റ് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ത്രെഡ്സിൽ ഒരു പോസ്റ്റ് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇനി ഇതിൽ ഫീഡ്സിൽ കാണുന്ന ഒരു ത്രെഡാണ് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു ത്രെഡിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സേവ് ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റ് സേവ് ആവുന്നതായിരിക്കും. ഇനി വേറെയുള്ള ആൾക്കാരുടെ പോസ്റ്റ് അല്ല നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്വന്തം തന്നെ പോസ്റ്റാണ് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഏത് പോസ്റ്റാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് അതിൻ്റെ സൈഡിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും സേവ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ത്രെഡ്സിൽ ഏതെങ്കിലുമൊക്കെ പോസ്റ്റ് നമുക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഈ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പോസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ സേവ്ഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പോസ്റ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ത്രെഡ്സിൽ പോസ്റ്റുകൾ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.